ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്? എന്തായിരുന്നു നമ്മൾ ലീനിയർ ഓൾജിബ്രയിൽ ഒരു മെട്രിക്സ് അല്ലേ, ഒരു മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ അതിൻ്റെ ലീനിയർ എന്തായിരിക്കണം, അതിൻ്റെ റോ വെക്റ്റേഴ്സൊക്കെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് നമ്മൾ പഠിച്ചു അല്ലേ. ഏതൊരു സ്ക്വയർ മെട്രിക്സ് n/n മെട്രിക്സ് എടുത്താലും, എ എന്ന് പറയുന്നത് n/n മെട്രിക്സ് എടുത്താൽ ആ മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആണോ ചെക്ക് ചെയ്യാൻ ശരിക്കും വേറെ മെത്തേഡ് ഉണ്ട്, നമുക്കറിയാം. ഡിറ്റർമിനൻറ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അല്ലേ. ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആയാൽ മതി അല്ലേ. അതിപ്പോൾ ഒരു 3/3 മെട്രിക്സ് ഒക്കെ നമുക്ക് പോസിബിൾ ആവും. അതിലും വലിയ ഓർഡർ വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കേസ് വരുമ്പോൾ ഒരു മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, നമ്മളതിന് റോ വെക്റ്റേഴ്സ് എടുത്തിട്ട് അത് ലീനിയർ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് ചെക്ക് ചെയ്താൽ മതി. നമ്മൾ ആ കാര്യമായിരുന്നു പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ചെയ്യുകയും ചെയ്തു അല്ലേ. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം കൂടെ ചെയ്യാം. വേണേൽ നോട്ട് പോലെ എഴുതി വെച്ചോളൂ കേട്ടോ. കാരണം എന്താണ്, ഡിറ്റർമിനൻറ്റ് വഴി പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇഫ് മോഡ് എ എന്ന് പറയുന്ന ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമ്മൾ ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് ഇൻവേർട്ടിബിൾ ആണെന്ന് പറയാൻ പറ്റും. ദാറ്റ് ഈസ് നമുക്ക് എന്ത് പറയാം, ലീനിയർലി, നമ്മളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലീനിയർലി ഡിപ്പെൻഡൻസിയും ചെക്ക് ചെയ്യാൻ നമ്മൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? എന്ത് ചെയ്താൽ മതി, നമുക്കൊരു വെക്റ്റേഴ്സ് തന്നിട്ട് അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ അത് നമ്മൾ മെട്രിക്സ് ഫോമിൽ എഴുതുക അല്ലേ. എന്നിട്ട് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 ആണോ അല്ലെങ്കിൽ നോൺ 0 ആണോ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ലേ അത് പണ്ട് പഠിച്ചത്. നമ്മളതിന് വേറെ മെത്തേഡൊക്കെയാണ് യൂസ് ചെയ്യാറ്, എക്കലോൺ ഫോമൊക്കെ വെച്ചിട്ടാണ് ചെക്ക് ചെയ്ത് നോക്കുക. എങ്കിൽ കൂടെ നമ്മൾ ആ വെക്റ്റേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ മെട്രിക്സ് ഫോമിൽ എഴുതുമ്പോൾ നമുക്ക് ഡിറ്റർമിനൻറ്റ് നോട്ട് 0 ആണ് കിട്ടുന്നതെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്നും മോഡ് ഈക്വൽ ടു 0 ആണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും, ലീനിയർലി ഡിപ്പെൻഡൻ്റ് നമ്മൾ പറയും അല്ലേ. ദിസ് ഈസ് എ വേ വി ക്യാൻ ചെക്ക് വെദർ എ സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ഈസ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ഓർ ഇൻഡിപെൻഡൻറ്റ് യൂസിങ് ദ ഡിറ്റർമിനൻറ്റ് ഓഫ് ദ മെട്രിക്സ്. ഓക്കെ, അപ്പോൾ അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ നമ്മൾ ഇൻവേർട്ടിബിലിറ്റിയിലും പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം. സോ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. പ്രൂവ് ദാറ്റ് A is equal to 1 1 1 1 2 3 2 2 2 is not invertible. എന്താണെന്ന് കാണിക്കണം, നോട്ട് ഇൻവേർട്ടിബിൾ ആണെന്ന് കാണിക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഇൻവേർട്ടിബിൾ അല്ലാന്ന് കാണിക്കാം. നമുക്കറിയാം ഇൻവേർട്ടിബിൾ ആണെങ്കിൽ എന്തായിരിക്കും, റോ വെക്റ്റേഴ്സ് എന്തായിരിക്കും, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇൻവേർട്ടിബിൾ അല്ലാന്ന് കാണിക്കാൻ എന്ത് ചെയ്താൽ മതി, അതേ റോ വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ലാന്ന് കാണിച്ചാൽ മതി. ദാറ്റ് ഈസ് ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 ഡസ് നോട്ട് ഇംപ്ലൈസ് ഓൾ സ്കാലാസ് ആർ 0 അല്ലേ. ലീനിയർ കോമ്പിനേഷൻ 0 ആയാലും സ്കാലാസ് ഒന്നും എല്ലാം 0 അല്ലാന്ന് കാണിച്ചു കൊടുത്താൽ മതി അല്ലേ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സിംപ്ലി ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ചിട്ട് 0 എന്ന് കാണിച്ചു കൊടുത്താൽ മതി. ഡിറ്റർമിനൻറ്റ് 0 ആണെങ്കിൽ എന്ത് സംഭവിക്കുക, ഇറ്റ് ഈസ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇൻവേഴ്സ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ രണ്ട് രീതിയിലും ചെയ്യാം കേട്ടോ. ഞാൻ വേണമെങ്കിൽ നമുക്ക് രണ്ട് രീതിയിലും ചെയ്ത് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ലീനിയർ കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ ടു ഷോ ദാറ്റ് മെട്രിക്സ് ഈസ് ഇൻവെർട്ടിബിൾ, നമുക്ക് എന്ത് കാണിച്ചാൽ മതി, ഇറ്റ് ഈസ് ഇനഫ് ടു ഷോ ദാറ്റ് എന്ത് കാണിച്ചാൽ മതിയടാ, നമ്മുടെ സെറ്റ് അല്ലേ. പിന്നെ ഷോ ദാറ്റ് റോ വെക്റ്റേഴ്സ് ആർ മെട്രിക്സ് ഈസ് നോട്ട് ഇൻവെർട്ടിബിൾ അല്ല എന്നല്ലേ കാണിക്കേണ്ടത്. ഓക്കെ, ഇൻവേഴ്സ് ഇല്ല. ഷോ ദാറ്റ് വെക്റ്റേഴ്സ് ആർ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് കാണിച്ചാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് റോ വെക്റ്റേഴ്സ് എടുക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റോ ആൽഫ 1 ആയിട്ട് 1 1 1 എടുക്കാം, ആൽഫ 2 ആയിട്ടോ 1 2 3. ഈ വെക്റ്റേഴ്സ് കണ്ടാൽ തന്നെ നമുക്ക് പറയാൻ പറ്റും അത് ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലയോ എന്ന്. നിങ്ങൾ നോക്കിയേ, ഈ 3 വെക്റ്റേഴ്സ് നോക്കിയേ, ഏതെങ്കിലും വെക്റ്റർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ? നോക്കിയേ മക്കളെ, ആൽഫ 1 ആൽഫ 3 നോക്കിയേ, ആൽഫ 1ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ ആൽഫ 3 വന്നേക്കുന്നത്. ഒരാൾ മറ്റേയാളുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഒബ്വിയസ്ലി അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് അല്ലേ. നമുക്ക് എന്തായാലും അത്യാവശ്യം വലിയ മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ വേണ്ടി നമുക്കിന് പ്രൂവ് ചെയ്യാം അല്ലേ. സോ ടേക്ക് ദ സ്കാലർ എടുത്തു, C1 C2 C3 എടുത്തു. എഫിൽ നിന്ന് നവാർഡ് ലീനിയർ കോമ്പിനേഷൻ എഴുതാം. C1 ആൽഫ 1 പ്ലസ് C2 ആൽഫ 2 പ്ലസ് C3 ആൽഫ 3 ഈക്വൽ ടു 0 വരും അല്ലേ. ദാറ്റ് ഈസ് എഴുതുമ്പം C1 × 1 1 1 പ്ലസ്
C2 into 1 2 3 plus C3 into 2 2 2 equal to 0 0 0 വരും അല്ലേ. നമ്മളത് എക്സ്പാൻഡ് ചെയ്ത് എഴുതും എന്ത് വരും, C1 ഉണ്ടാവും പ്ലസ് C2 ഉണ്ടാവും. അടുത്ത ഒരു സ്റ്റെപ്പ് ഞാൻ സ്കിപ്പ് ചെയ്താൽ കേട്ടോ. C3 into 2 എന്ന് പറയുന്നത് പ്ലസ് 2C3 അല്ലേ. അടുത്തതോ C1 പ്ലസ് 2C2 പ്ലസ് ഇപ്പുറത്തോ 2C3. ലാസ്റ്റ് വണ്ണോ C1 പ്ലസ് 3C2 പ്ലസ് 2C3 ഈക്വൽ ടു 0 0 0. നൗ വി ക്യാൻ ഇക്വേറ്റ് എവറിത്തിങ്. നമുക്ക് ഓരോന്നും ഇക്വേറ്റ് ചെയ്യാം അല്ലേ. ദാറ്റ് ഈസ് C1 പ്ലസ് C2 പ്ലസ് 2C3 ഈക്വൽ ടു 0. C1 പ്ലസ് 2C2 പ്ലസ് 2C3 ഈക്വൽ ടു 0. C1 പ്ലസ് 3C2 പ്ലസ് 2C3 equal to 0 അല്ലേ. now we can write the metric echelon form എഴുതാൻ വേണ്ടി മെട്രിക്സ് എഴുതി. that is 1 1 2 0. പിന്നെയോ 1 2 2 0. അടുത്തതോ 1 3 2 0 അല്ലേ. now what can we do here? നമുക്കിതിനെ എക്കലോൺ ഫോമിലോട്ടേക്ക് മാറ്റാം. അപ്പോൾ ഫസ്റ്റ് ലീഡിങ് എലമെൻറ്റ് 1 ആണ്, സോ പണിയില്ല. സോ താഴെ അവരെ 0 ആക്കാം അല്ലേ. സോ R2 ആദ്യം R2നെ ചേഞ്ച് ചെയ്യണം. R2 ചേഞ്ചസ് ടു R2 മൈനസ് R1. ഓക്കെ. അടുത്തതോ R3 1 ആണ്. R3നെ 0 ആക്കാൻ R3നെ 1 വെച്ച് കഴിഞ്ഞാൽ 0 ആക്കാം. അതെ, R3 മൈനസ് R1 ചെയ്താൽ മതി അല്ലേ. ഓക്കെ. സോ ഇറ്റ് ബിക്കംസ് വാട്ട് 1 1 2 0. 1 മൈനസ് 1 0 വരും. 2 മൈനസ് 1 1 വരും. 2 മൈനസ് 2 0 വരും. 0 മൈനസ് 2 0. 1 മൈനസ് 1 0. 3 മൈനസ് 1 2. 2 മൈനസ് 2 0. എഗെയിൻ വാട്ട് 0 മൈനസ് 0 0 വരും അല്ലേ. ഇനി ഇതാണ് രണ്ടാമത്തെ റോയിലോട്ട് വരിക. രണ്ടാമത്തെ റോയിൻ്റെ റീഡിങ് എലമെൻറ്റ് 1 ആണ്. 1ന് താഴെ 2 ഉണ്ട്. സോ അതിനെ 0 ആക്കാം. എങ്ങനെ R3നെ എങ്ങനെ 0 ആക്കാം. R3 ചേഞ്ചസ് ടു R3 മൈനസ് 2R1. R3 മൈനസ് 2R2 അല്ലേ. ഇനി R1 എങ്ങനെ 0 ആക്കാം. മുകളിൽ 0 ആക്കണ്ടേ. R1 എങ്ങനെ 0 ആക്കാം. ഡയറക്റ്റ് സബ്ട്രാക്ട് ചെയ്യാം അല്ലേ. R1 മൈനസ് R2. അപ്പോൾ നമുക്ക് എന്ത് വരും. ഇപ്പോൾ നിലവിൽ നമ്മൾ R2 ആണ് ഒന്നും ചെയ്യാതെ വെക്കുന്നത്. സോ ആദ്യം R2നെ എഴുതി. R3 മൈനസ് 2R2. അപ്പോൾ 0 മൈനസ് 0 0. 2 മൈനസ് 2 ഇൻറ്റു 1 0 0 0. മുകളിലോ 1 മൈനസ് 0 1. 1 മൈനസ് 1 0. 2 മൈനസ് 0 2. 0 മൈനസ് 0 0 വരും അല്ലേ. അപ്പോൾ നമ്മൾ ഇതിന് ഇക്വേഷൻ ചെയ്ത് നമുക്ക് എന്താ കിട്ടുക മക്കളെ. C1 പ്ലസ് C2ൻ്റെത് 0 ആണ്. 2C3 ഈക്വൽ ടു C3 ഈക്വൽ ടു 0 എന്ന് കിട്ടി അല്ലേ. രണ്ടാമത്തതോ C2 ഈക്വൽ ടു 0. അപ്പോൾ C2 0 ആണ് കിട്ടി, കുഴപ്പമില്ല. പക്ഷേ C1 എന്താണ് കിട്ടിയിരിക്കുന്നത്. C1 ഈക്വൽസ് മൈനസ് 2C3 എന്നാണ് കിട്ടിയിരിക്കുന്നത്. വിച്ച് ഈസ് നോട്ട് പോസിബിൾ. കാരണം എന്തുവാ, അപ്പം നോട്ട് പോസിബിൾ മീൻസ് വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0 അല്ലേ. C3 എന്താണോ വരുന്നത് അതായിരിക്കും അതിൻ്റെ ട്വൈസ് നെഗറ്റീവ് 2 ടൈംസ് ആയിരിക്കും C1 വരുന്നത്. നോക്കൂ, അവിടെ C1ഉം C3യും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡൻ്റ് ആണല്ലേ. നമ്മൾ പഠിച്ചിരിക്കുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ലീനിയർ കോമ്പിനേഷൻ 0 ആകുമ്പം അതിലെ ഓരോ സ്കാലാസും 0 ആവണമെന്നാണ്. പക്ഷേ ഇവിടെ നോക്കി, ഇവിടെ C2 മാത്രമേ 0 ആയിട്ടുള്ളൂ. C1ഉം C3യും അവിടെ ഒരു മൾട്ടിപ്പിൾ പോലെ നിൽക്കുകയാണ്. സോ ഇതെന്തല്ല, ഇറ്റ് ഈസ് നോട്ട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാം അല്ലേ. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല അല്ലേ. എന്ന് വെച്ചാൽ നമ്മുടെ മെട്രിക്സ് എന്തല്ല, മെട്രിക്സ് ഈസ് നോട്ട് ഇൻവെർട്ടിബിൾ. ഓക്കെ, ഇൻവേഴ്സ് ഉണ്ടാവത്തില്ല. കാരണം ഇൻവേഴ്സ് ഉണ്ടാവണമെങ്കിൽ എന്ത് സംഭവിക്കണം. മെട്രിക്സ് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്. മെട്രിക്സ് ഒരു ഇൻവേർട്ടിബിൾ ആവണമെങ്കിൽ എന്തുണ്ടാവണം, അതിൽ റോ വെക്റ്റേഴ്സൊക്കെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണം. പക്ഷേ എന്തില്ല, ഇവിടെ ലീനിയർലി ഇൻഡിപെൻഡൻസ് ഇല്ല. റോ വെക്റ്റേഴ്സൊക്കെ ലീനിയർലി ഡിപെൻഡൻ്റ് ആണ്. സോ മെട്രിക്സ് എന്തല്ല എന്ന് പറയാം, നോട്ട് ഇൻവേർട്ടിബിൾ എന്ന് പറയാം. എന്ന് വെച്ചാൽ ഇൻവേഴ്സ് ഇല്ല എന്ന് പറയാം കേട്ടോ. ഓക്കെ. അപ്പം നമ്മൾ ഇൻവേർട്ടിബിൾ അല്ലാന്ന് കാണിച്ചു അല്ലേ. അപ്പം ഒരു മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആണോ എന്ന് വെച്ചാൽ ഇൻവേഴ്സ് ഉണ്ടോ എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, കാണിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ റോ വെക്റ്റേഴ്സൊക്കെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് കാണിച്ചാൽ മതി. ഇൻവേർട്ടിബിൾ അല്ല എന്ന് കാണിക്കാനോ റോ വെക്റ്റേഴ്സൊക്കെ ലീനിയർലി ഡിപെൻഡൻ്റ് ആണെന്ന് കാണിച്ചാൽ മതി. ഓക്കെ. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഡിറ്റർമിനൻറ്റിനോ 0 ആണെങ്കിൽ ഇൻവേഴ്സ് ഉണ്ടാവത്തില്ല. ഡിറ്റർമിനൻറ്റ് നോൺ 0 ആണെങ്കിൽ ഇൻവേഴ്സ് ഉണ്ടാവും അല്ലേ. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം. അടുത്ത് നമുക്ക് വേറെ പ്രോബ്ലം നോക്കാം. എന്ന് വെച്ചാൽ നമ്മളിപ്പം എങ്ങനെയായിരുന്നു ഒരു സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതൊരു വെക്റ്റർ സ്പേസിൻ്റെ ബേസിസ് നമ്മൾ എങ്ങനെയാണ് പറയുക, എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയാതെ. ഓക്കെ, നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം. അത് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. കാരണം അതാണ് മെയിൻ. വേറെ എന്ത് ചെയ്തില്ല, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ലേ, പിന്നെ ബേസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെക്ക് ചെയ്യും, ആ സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ നമ്മൾ ചെക്ക് ചെയ്യും അല്ലേ.
ഓക്കെ, അത് ചെക്ക് ചെയ്യും. പിന്നെ രണ്ടാമത് നമ്മൾ എന്താ ചെക്ക് ചെയ്യുക? അത് സ്പാൻ ചെയ്യുന്നുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യില്ലേ. ബേസിസ് ആവണമെങ്കിൽ നമുക്കറിയാം ഒരു വെക്ടേഴ്സ് ബേസിസ് ആവണമെങ്കിൽ രണ്ട് കണ്ടീഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കണം? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. രണ്ടാമത്തതോ ഇറ്റ് മസ്റ്റ് സ്പാൻ ചെയ്യണം അല്ലേ. സ്പാൻ ഓഫ് ആ സെറ്റ് എസ് ആണെങ്കിൽ സ്പാൻ എസ് എന്ന് പറയുന്ന വെക്ടർ സ്പേസ് വി കിട്ടണം അല്ലേ. എഴുതേണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ യൂസ്വലി നമ്മൾ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പിൽ അല്ലേ. നമ്മൾ സെറ്റ് ഓഫ് വെക്ടേഴ്സ് എന്നിട്ട് പ്രൂവ് ദാറ്റ് ഓർ ചെക്ക് ദാറ്റ് ഇറ്റ് ഈസ് എ ബേസിസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ എന്താ ചെയ്തത്? ഫസ്റ്റ് നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ചെക്ക് ചെയ്തു. രണ്ടാമത്തതോ അത് സ്പാൻ ചെയ്യുന്നുണ്ടോ. സ്പാൻ ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ എങ്ങനെയാണ് സ്പാൻ ചെയ്യുന്നത് നോക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ഏത് വെക്ടർ എടുത്താലും നമുക്കതിൻ്റെ ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റണം. എന്ന് വെച്ചാൽ ഈ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റുക എന്നുള്ളത് ആരാ ഡിസൈഡ് ചെയ്യുന്നത്? നമ്മുടെ സ്കാലാസ് ആണല്ലേ. കാരണം ഇവരെന്ന് പറയുന്നത് എന്താണ്? ഈ ബേസിലെ വെക്ടേഴ്സ് എന്ന് പറയുന്നത് ചുമ്മാ നിന്ന് കൊടുക്കുന്നേ ഉള്ളൂ. അവിടെ സ്കാലാസ് വന്നിട്ടാണ് എല്ലാ പണിയും എടുക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ഈ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഇവരെ സ്പാൻ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ഒന്ന് നമ്മൾ അവിടെ അവർ ചെയ്യുന്നത് എന്തുവാ? പിന്നെ എന്താ ചെയ്യണത്? എന്ന് വെച്ചാൽ അങ്ങനെ സച്ച് സ്കാലാസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലേ. എന്ന് വെച്ചാൽ ഇവരെ നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ സ്കാലാസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നമ്മൾ ചെക്ക് ചെയ്യും. അങ്ങനെ സ്കാലാസ് ഉണ്ടെങ്കിൽ സ്കാലാസിൻ്റെ നമുക്ക് എന്നൊരു ഫോം കിട്ടുകയാണെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് സ്പാൻസ്. അങ്ങനെ നമുക്ക് സ്കാലാർ കിട്ടുന്നില്ല എന്ന് വെച്ചാൽ സ്കാലാർ എഴുതി നോക്കും, ലീനിയർ കോമ്പിനേഷൻ എഴുതി നോക്കുമ്പം സ്കാലാർ നോട്ട് ഡിഫൈൻഡ് ആയി പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എഴുതാൻ പറ്റില്ല, സ്പാൻ ചെയ്യുന്നില്ല ഡയറക്റ്റായിട്ട് പറയാം അല്ലേ. നമുക്കിവിടെ തന്നെ പെർട്ടിക്കുലർ സ്കെയിലർ കിട്ടത്തില്ല, ബട്ട് വി വിൽ ഗെറ്റ് ദ ജനറൽ ഫോർമുല ഫോർ ദ സ്കെയിലർ. എന്ന് വെച്ചാൽ സ്കെയിലറുടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? സ്പാൻ ചെയ്യുന്നുണ്ടെന്ന് പറയാം അല്ലേ. ഏത് സെറ്റ് ഓഫ് വെക്ടർ എടുത്താലും ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ വഴി നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടെന്ന് പറയാൻ പറ്റും. പക്ഷേ സ്പാൻ ചെയ്യുമെന്ന് പറയാൻ പറ്റും. സ്കെയിലർ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിലോ സ്പാൻ ചെയ്യുന്നില്ല എന്നും പറയാം അല്ലേ. ഓക്കെ, അത്രയൊക്കെ നമ്മൾ ചെയ്യായിരുന്നു. പക്ഷെ നമ്മളിവിടെ ഒരു കാര്യം പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ പഠിച്ച തിയറത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വെക്ടർ സ്പേസിലെ ഏതൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എടുത്താലും അതെന്തായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്? അത് ആ വെക്ടർ സ്പേസിൻ്റെ ബേസിസിൻ്റെ ഒരു പാർട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ കൊറോളറി പോലെയാണ് പഠിച്ചത്. മെയിൻ തിയറം നമ്മൾ സബ് സ്പേസ് വെച്ചിട്ടാണ് പറഞ്ഞത് അല്ലേ. വിയുടെ സബ് സ്പേസ് ആണ് ഡബ്ല്യു എങ്കിൽ ഡബ്ല്യുവിൻ്റെ ഏതൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എടുത്താലും അതെന്തായിരിക്കും? ഡബ്ല്യുവിൻ്റെ ബേസിസിൻ്റെ ഒരു പാർട്ടാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ അത് നമ്മൾ ജനറലി വെക്ടർ സ്പേസിലോടും വെച്ച് പറഞ്ഞു അല്ലേ. ഒരു വെക്ടർ സ്പേസിൽ ഏതൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എടുത്താലും അതെന്തായിരിക്കും? ബേസിസിൻ്റെ അകത്തുണ്ടാവും. എന്ന് വെച്ചാൽ അവരും എന്തുണ്ടാവും എന്ന് പറയുന്നത് ഈ വെക്ടർ സ്പേസിൻ്റെ ബേസിൻ്റെ അകത്തുണ്ടാവും. അപ്പം ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ ആ സെറ്റിൻ്റെ നമ്മുടെ വെക്ടർ സ്പേസിൻ്റെ ഡയമെൻഷൻ തന്നെയാണ് ഈ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഉള്ളതെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈത്തെ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്, ഒബ്വിയസ്ലി എന്തായിരിക്കും? അവർ ആ ബേസിലുണ്ടാവും. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആർ ക്യൂബ് ഒരു വെക്ടർ സ്പേസ് ആണ്. ഒബ്വിയസ്ലി ഇതിൻ്റെ ബേസിൽ എത്ര പേരുണ്ടാവുക? ഇതിൻ്റെ ഡയമെൻഷൻ എത്രയാണ്? ഡയമെൻഷൻ ഓഫ് ആർ ക്യൂബ് എന്താണ്? 3 ആണല്ലേ. എന്ന് വെച്ചാൽ ഇതിൻ്റെ ബേസിൽ എന്തുണ്ടാവും? എത്ര പേരുണ്ടാവും? 3 ആൾക്കാരുണ്ടാവും അല്ലേ. ബേസ് ഓഫ് ആർ ക്യൂബ് എത്ര പേരുണ്ടാവും? ബേസ് ഓഫ് ആർ ക്യൂബ് കൺസിസ്റ്റ് ഓഫ് 3 അല്ലേ. 3 എലമെൻറ്റ്സ് ഉണ്ടാവും അല്ലേ. അപ്പം ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പം ഈ തിയറം വെച്ച് നമുക്ക് എന്ത് പറയാം? ഈ ആർ ക്യൂബിലെ തന്നെ വേറെ ഏതൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഓഫ് വെക്ടേഴ്സ് എടുത്താലും അത് എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്? ഈ ബേസിലത്തെ പാർട്ടായിട്ട്. പക്ഷേ അവരും ഈ ബേസിലുണ്ടാവും. ബേസിലാകെ 3 പേരേ ഉണ്ടാവും. അവർ ഈ ബേസിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഡൗട്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതുപോലെ 3 വെക്ടേഴ്സ് എടുക്കുന്നു. എന്ന് വെച്ചാൽ 3 വെക്ടേഴ്സ് ഉള്ള ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എടുത്താൽ നമുക്ക് എന്ത് പറയണം? അത് ഈ ബേസിൻ്റെ പാർട്ടാണെന്ന് പറയാം. ഇതിലും 3 അതിലും 3. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? രണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കൂലേ. എന്നുവെച്ചാൽ ബേസിൽ 3 പേരുണ്ട്, ഈ ലീനിയർ ഇൻഡിപെൻഡൻറ്റ് സെറ്റിൽ 3 പേരുണ്ട്, ആൻഡ് ഓൾസോ ഈ ലീനിയർ ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എന്ന് പറയുന്നത് ബേസിൻ്റെ പാർട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അതും ഇതും എന്തായിരിക്കും? സെയിം ആയിരിക്കും. എന്ന് വെച്ചാൽ ആ ലീനിയർ ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ബേസിന് ഈക്വൽ ആയിരിക്കും. കാരണം ഇതിലും 3 പേരുണ്ട്, ഇതിലും 3 പേരുണ്ട്, ബേസിസിലും 3 പേരുണ്ട്. ആൻഡ് നമുക്കറിയാം ലീനിയർ ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഈസ് ഇതിലെ പാർട്ട് ഓഫ് ദ ബേസിസ്. അങ്ങനെയാണ് ഇവർ രണ്ടുപേരും ഇതിലും. പക്ഷേ ലീനിയർ ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഈ ബേസിസിൽ ഉണ്ടാവുകയും ചെയ്യും. ഈ സെറ്റ് ഈ ബേസിൽ ആളുമായിരിക്കും എന്ന് പറയുന്നത്. ഇത് 2 പേരിൽ 3 പേര്, 2-ന് 3 ആൾക്കാർ വീതമുണ്ടെന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇത് രണ്ടും സെയിം സെറ്റാണ് നമുക്ക് പറഞ്ഞുകൂടെ. സോ നമ്മുടെ എന്താ നമുക്ക് പറയാൻ പറ്റുക? ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് തന്നിട്ട് അത് ഈ വെക്ടർ സ്പേസിൻ്റെ ബേസിസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? സ്പാൻ ചെയ്യുന്നുണ്ടോ എന്ന് പ്രത്യേകം എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് നോക്കുക. പിന്നെയോ ആ സെറ്റ് ഓഫ് വെക്ടേഴ്സും നമ്മുടെ ബേസിസിലുള്ള ആൾക്കാരും സെയിം നമ്പർ ആണോ എന്ന് നോക്കുക. എന്ന് വെച്ചാൽ ബേസിസിൽ ഇപ്പം എന്ന് വെച്ചാൽ ഡയമെൻഷൻ 4 ആണെങ്കിൽ ഈ സെറ്റ് ഓഫ് വെക്ടേഴ്സ് 4 ആണോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് പറയാൻ പറ്റും? ദിസ് ഈസ് എ ബേസിസ് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് വേറെ അവിടെ ആ സെറ്റ് ഓഫ് വെക്ടേഴ്സ് നമ്മുടെ വെക്ടർ സ്പേസിനെ സ്പാൻ ചെയ്യുന്നുണ്ടോ എന്ന് പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ.
എന്ത് മാത്രം ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, ഈ സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ആണോ എന്നും, പിന്നെയോ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ആണോ എന്നും ചെക്ക് ചെയ്യുക. പിന്നെയോ പിന്നെ എന്ത് ചെയ്താൽ മതി, ഈ സെറ്റിൽ ആൾക്കാരുടെ എണ്ണവും ബേസിലത്തെ ആൾക്കാരുടെ എണ്ണം എന്ന് വെച്ചാൽ ആ വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷൻ എന്താണെന്ന് നോക്കിയാൽ മതി. നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്താ പറയുക, ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എന്തിന് ഈക്വൽ ആണോ നോക്കിയാൽ മതി, ഡയമെൻഷൻ ഓഫ് ആ വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷൻ ഈക്വൽ ആണോ നോക്കിയാൽ മതി. അത് രണ്ട് സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഡയറക്റ്റായിട്ട് എന്ത് പറയാടോ, നമുക്ക് ഡയറക്റ്റായിട്ട് പറയാം ദിസ് ഈസ് വാട്ട്, പിന്നെ ഈ സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ബേസിസ് ആണ് നമുക്ക് ഡയറക്റ്റായിട്ട് പറയാം. അവിടെ സ്പാൻ ചെയ്യുന്നുണ്ടോ എന്ന് പ്രത്യേകം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പോൾ കുറവാണെങ്കിൽ ഓക്കെ, ഇതിനേക്കാളും കുറവാണ്, പക്ഷേ രണ്ടും സെയിം നമ്പർ ആണെങ്കിൽ എന്ന് വെച്ചാൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിലും അതെ, ഈ നമ്മൾ കിട്ടിയ സെറ്റ് ഓഫ് വെക്റ്റേഴ്സിലും ഒരേ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്, നമ്മുടെ വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷനും ഒരേ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണെങ്കിൽ ദെൻ വി ഡോണ്ട് നീഡ് ടു ചെക്ക് വാട്ട് സ്പാൻ ചെയ്യുന്നുണ്ടോ നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ബേസിസ് ആണ് ഡയറക്റ്റായിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഇറ്റ്സ് എ ക്ലിയർ. അങ്ങനെയാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. പ്രൂവ് ദാറ്റ് ദ സെറ്റ് 1 0 0 1 1 0 1 1 1 is a basis for R cube. R ക്യൂബിൻ്റെ ബേസിസ് ആണോ എന്ന് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ള. അപ്പം നമുക്കിത് ബേസിസ് ആണ് കാണിക്കാൻ, നമുക്കറിയാം ബേസിസ് ആണെങ്കിൽ ലീനിയർലി ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ലീനിയർ ഇൻഡിപെൻഡൻസ് അല്ലേ. നോക്കിയാലോ, എഴുതുമ്പോൾ എന്താണ് ലീനിയർ C1 C2 C3 and C എടുത്തു. ഓക്കെ, ലീനിയർ കോമ്പിനേഷൻ ചെയ്താൽ അല്ലേ, C1 × 1 0 0 പ്ലസ് C2 × 1 1 0 പ്ലസ് C3 × 1 1 1 ഈക്വൽ ടു 0 0 0. ഓക്കെ, അപ്പം നമുക്ക് എന്ത് വരുവാടാ, ലീനിയർ കോമ്പിനേഷൻ എഴുതുമ്പം C1 പ്ലസ് C2 പ്ലസ് C3 ഈക്വൽ ടു 0 എന്ന് കിട്ടി. രണ്ടാമത്തതിൽ C2 പ്ലസ് C3 ഈക്വൽ ടു 0 എന്ന് കിട്ടി. മൂന്നാമത്തതോ C3 ഈക്വൽ ടു 0 എന്ന് കിട്ടി. C3 0 ആണെങ്കിൽ ഇവിടെ നമുക്ക് എക്ലോൺ ഫോമിൽ നിന്ന് പോകേണ്ട ആവശ്യമില്ല, ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. മുകളിൽ എന്താവും, C3 0 ആയ സ്ഥിതിക്ക് C2 പ്ലസ് 0 0 ആണ്, ദാറ്റ് ഈസ് C2 0 ആണ് കിട്ടി. ഇനി C2 C3 0 ആയ സ്ഥിതിക്ക് C1 ഒബ്വിയസ്ലി 0 ആയിരിക്കുമല്ലോ, മുകളിലത്തെ ഇക്വേഷനിൽ നമ്മൾ ഇട്ട് കൊടുത്താൽ C1 0 എന്ന് കിട്ടി. സോ അത് മൂന്നും 0 എന്ന് കിട്ടി, സ്കാലാർസ്. സോ നമുക്ക് എന്ത് പറയാടാ, മീൻസ് ഗിവൺ വെക്റ്റേഴ്സ് എന്താണെന്ന് പറയാൻ പറ്റും, വെക്റ്റേഴ്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാൻ പറ്റും അല്ലേ. പക്ഷേ നമുക്കറിയാം എന്ത്, നമ്മുടെ വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷൻ എന്തുവാ, നമുക്ക് ആർ ക്യൂബിൻ്റെ ചെക്ക് ചെയ്യാൻ പറയുന്ന ഡയമെൻഷൻ ഓഫ് ആർ ക്യൂബ് എന്താണെന്ന് നമുക്കറിയാം, 3 ആണ് അല്ലേ. അപ്പം വെക്റ്റർ സ്പേസിൻ്റെ ബേസിൽ എന്ന് വെച്ചാൽ വെക്റ്റർ സ്പേസിൻ്റെ ഈ ആർ ക്യൂബിൻ്റെ ബേസിസിൽ എത്ര പേരുണ്ടാവും, 3 പേരുണ്ടാവും. അപ്പോൾ ബേസിസിലും 3 പേരുണ്ട്, ആൻഡ് ഓൾസോ ഈ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൽ 3 പേരാണുള്ളത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാടാ, ഇത് രണ്ടും സെയിം ആണെന്ന് പറഞ്ഞൂടെ. അപ്പോൾ എന്ത് പറയാം, ദ ഗിവൺ സെറ്റ് ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആണ് അല്ലേ, ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് ആർ ക്യൂബാണ് നമുക്കറിയാം. ആൻഡ് അത് നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ വിച്ച് ഈസ് എ പാർട്ട് ഓഫ് എ ബേസിസ് ഓഫ് ആർ ക്യൂബ് നമുക്ക് ഡയറക്റ്റായിട്ട് പറയാം അല്ലേ. നമുക്കറിയാം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആണെങ്കിൽ അത് ബേസിൻ്റെ പാർട്ടാണെന്ന് അറിയാം. നമുക്ക് ബേസിലും 3 പേരാണെങ്കിൽ സെറ്റിലും 3 പേരാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് പറയാം. എന്ത് പറയാം, 1 0 0 1 1 0 1 1 1 എന്താണെന്ന് പറയാം, ഈസ് എ ബേസിസ് ഓഫ് ആർ ക്യൂബാണ് നമുക്ക് ഡയറക്റ്റായിട്ട് പറയാം കേട്ടോ. അവിടെ നമുക്ക് സ്പാൻ ചെയ്യുന്നുണ്ടോ എന്ന് പ്രത്യേകം ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സിൻസ് ആ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിലും ഇതിൻ്റെ ബേസിലും 3 അതിന് രണ്ടിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് സെയിം ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് നമ്പർ സെയിം ആണോ എന്ന് നോക്കിയാൽ മതി. എന്ന് വെച്ചാൽ അതിൽ ആൾക്കാരുടെ എണ്ണം സെയിം ആണോ, ബേസിലത്തെ ആൾക്കാരുടെ എണ്ണം തന്നെയാണോ ഈ സെറ്റ് ഓഫ് വെക്റ്റേഴ്സിലുള്ളോ, സെറ്റ് ഓഫ് ലീനിയർ ഇൻഡിപെൻഡൻറ്റ് സെറ്റിലുണ്ടോ നോക്കിയാൽ മതി കേട്ടോ. അങ്ങനെയാണ് ഡയറക്റ്റായിട്ട് അത് നമുക്ക് ബേസാണെന്ന് പറയാൻ പറ്റും. അവിടെ സ്പാൻ ചെയ്യുന്നുണ്ടെന്ന് പ്രത്യേകം ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, റിമാർക്ക് പോലെ ചെയ്തു പറഞ്ഞോളൂ. റിമാർക്ക് പോലെ അവിടെ എഴുതിയാൽ മതി. എന്താണ്, ഇഫ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് വെക്റ്റർ സ്പേസ്. വെക്റ്റർ സ്പേസ് എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണെങ്കിൽ നമ്മുടെ ഡയമെൻഷൻ ഓഫ് ദാറ്റ് വെക്റ്റർ സ്പേസ്, ദാറ്റ് ഈസ് നമ്പർ ഓഫ് എലമെൻറ്റ്. അതിന് ഒറിജിനൽ എലമെൻറ്റ്സിൻ്റെ ബേസിലെ എലമെൻറ്റ്സിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ബേസിലെ എലമെൻറ്റ്സിന് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റൂടാ, ദാറ്റ് സെറ്റ് ഈസ് എ
ബേസിസ് ഓഫ് ദ വെക്റ്റർ സ്പേസ് ആണ് നമുക്ക് ഡയറക്റ്റായിട്ട് പറയാൻ പറ്റും കേട്ടോ. അവിടെ സ്പാൻ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടിലും സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. എന്നിട്ട് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ദാറ്റ് ഈസ് എന്താണ്, ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് വി ബി എ. നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് എഴുതി വെക്കോളൂ കേട്ടോ. നോട്ട് പെട്ടെന്ന് എഴുതാൻ പറ്റില്ലെങ്കിൽ ഞാൻ വീഡിയോയുടെ ലെങ്ത് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് എഴുതി പോകുന്നത് കേട്ടോ. നിങ്ങൾ പിന്നെ ഒന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് സാവധാനം നോട്ട് എഴുതി വെച്ചാൽ മതിയേ. അപ്പോൾ ലെറ്റ് വി ബി എ റിയൽ പോളിനോമിയൽസ്. ഓക്കെ, വി എന്ന് പറയുന്ന പോളിനോമിയൽസിൻ്റെ ഓക്കെ ഓഫ് ഡിഗ്രി അറ്റ്മോസ്റ്റ് 3. ഓക്കെ, അപ്പം ഡിഗ്രി 3 വരുന്ന അറ്റ്മോസ്റ്റ് മാക്സിമം 3 വരുന്ന എന്ന് വെച്ചാൽ 3 വരെയുള്ള മാക്സിമം ക്യൂബിക് പോളിനോമിയൽസ്, ക്യൂബിക് വരെയുള്ള എന്ന് വെച്ചാൽ ലീനിയർ, ക്വാഡ്രാറ്റിക്, ക്യൂബിക് വരെയുള്ള പോളിനോമിയൽസിൻ്റെ ഒരു കളക്ഷനാണ് നമ്മുടെ വെക്റ്റർ സ്പേസ്. ഓക്കെ, ഓൾമോസ്റ്റ് 3. ഓക്കെ, പ്രൂവ് ദാറ്റ് സെറ്റ് ഓഫ് 1 1 - x 1 - x square 1 - x cube is a basis for the. നോക്കിയാലോ, അപ്പോൾ ആദ്യം നമ്മൾ ബേസിസ് ആണോ ചെക്ക് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് തിങ് വി ഹാവ് ടു ഡു വൺ ചെക്ക് ദ സെറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് സ്ക്വയർ എടുക്കാം അല്ലേ. ഫസ്റ്റ് ഷോ ദാറ്റ് സെറ്റ് 1 1 - x 1 - x ഹോൾ സ്ക്വയർ ആണേ, ഹോൾ സ്ക്വയർ. ഓക്കെ, 1 - x ഹോൾ ക്യൂബ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് നമ്മൾ കാണിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ എടുക്കാം. സ്കെയിലറൊക്കെ എടുത്തു ലീനിയർ കോമ്പിനേഷൻ ചെയ്താൽ അല്ലേ. 4 പേരുണ്ട്, സോ 4 സ്കെയിലർ എടുത്തു ലീനിയർ കോമ്പിനേഷൻ എഴുതിക്കേണ്ടി വരും. C1 × 1 പ്ലസ് C2 × 1 - x പ്ലസ് C3 × 1 - x ഹോൾ സ്ക്വയർ പ്ലസ് C4 × 1 - x ഹോൾ ക്യൂബ് ഈക്വൽ ടു എന്താണ്, 0 ആണ് അല്ലേ. ദാറ്റ് ഈസ് C1 പ്ലസ് ഇത് ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ C2 - C2x വരും അല്ലേ. പ്ലസ് മറ്റേ C3 × 1 - x സ്ക്വയറിൻ്റെ എന്തുവാ 1 - 2x പ്ലസ് x സ്ക്വയർ അല്ലേ. പ്ലസ് ഇനി C4 1 - x ക്യൂബ് എന്തുവാടാ 1 - 3 × x പ്ലസ് 3a സ്ക്വയർ ബി 3ab സ്ക്വയർ എന്ന് വെച്ചാൽ 3 × 1 × x സ്ക്വയർ മൈനസ് x ക്യൂബ് വരും അല്ലേ. ഈക്വൽ ടു 0 എന്ന് വരും. ദാറ്റ് ഈസ് C1 പ്ലസ് C2 - C2x പ്ലസ് C3 - 2C3x പ്ലസ് C3x സ്ക്വയർ പ്ലസ് C4 - 3C4x പ്ലസ് 3C4x സ്ക്വയർ മൈനസ് C4x ക്യൂബ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ഞാൻ വാട്ട് യു ഹാവ് ടു ഡു, നമുക്കിവിടെ എക്സ് സ്ക്വയറുകളൊക്കെ ഒന്ന് ഗ്യാങ് അപ്പ് ചെയ്യാം അല്ലേ. അപ്പോൾ C1 ആദ്യം കോൺസ്റ്റൻറ്റുകൾ എടുക്കാം. C1 C2 പ്ലസ് C3 പ്ലസ് C4. എൻ്റെ കൂടെ ആരുമില്ല, ഈ ക്യാൻ റൈറ്റ് ഇൻറ്റു 1 എഴുതാം അല്ലേ. പ്ലസ് അടുത്തത് എക്സ് അല്ലേ. എല്ലാത്തിലും എക്സുകളുടെ ടേംസ് എടുത്തേ. മൈനസ് C2x മൈനസ് 2C3x പിന്നെയോ അടുത്തതോ എക്സ് ആരാ മൈനസ് 3C4x ഉണ്ടല്ലേ. അത് കഴിഞ്ഞു. ഇനി അടുത്തത് എക്സ് സ്ക്വയറിനെ നോക്കാം അല്ലേ. എക്സ് സ്ക്വയറിന് നേരമായിരിക്കും വരിക C3x സ്ക്വയർ പ്ലസ് 3C4x സ്ക്വയർ അല്ലേ. പിന്നെയോ ലാസ്റ്റ് മൈനസ് C4x ക്യൂബ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് C1 പ്ലസ് C2 പ്ലസ് C3 പ്ലസ് C4 × 1. ഇതിലൊക്കെ എക്സ് കോമൺ അല്ലേ, സോ എക്സ് മാത്രം പുറത്തെടുത്തു. അപ്പോൾ എന്ത് വരും മൈനസ് C2 മൈനസ് 2C3 മൈനസ് 3C4 പ്ലസ് ഇവിടെ എല്ലാം എക്സ് സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പം C3 പ്ലസ് 3C4 ഇവിടെ പിന്നെ കോമൺ ആയിട്ട് ആരില്ല, സോ എക്സ് ക്യൂബ് ഈക്വൽ ടു 0. മക്കളെ നമുക്കറിയാം ഇത് വെക്റ്റർ സ്പേസിലെ ആൾക്കാരല്ലേ, വെക്റ്റർ സ്പേസ് മീൻസ് പോളിനോമിയൽസിൻ്റെ ആൾക്കാരല്ലേ. അപ്പോൾ ഇവിടെ ലീനിയർ കോമ്പിനേഷൻ എഴുതിയാൽ നമുക്കൊരു പോളിനോമിയൽ അല്ലേ വേണ്ടത് അല്ലേ. ഇപ്പോൾ നോക്കിയെന്ന് വെച്ചാൽ ഈ ലീനിയർ കോമ്പിനേഷൻ മസ്റ്റ് ബി ഈക്വൽ ടു എ പോളിനോമിയൽ. പക്ഷേ ഇവിടുത്തെ പോളിനോമിയൽ ഈക്വൽ ടു എന്താണ് 0 ആണ്. ദാറ്റ് ഈസ് എ 0 പോളിനോമിയൽ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ 0 പോളിനോമിയൽ ഈ എന്തായിരിക്കും കോഎഫിഷ്യൻസിൻ്റെ ഒക്കെ വാല്യൂ എന്താണ് 0 ആയിരിക്കും അല്ലേ. എല്ലാം 0 ആയിരിക്കുമല്ലോ. സോ നമുക്ക് ഈ കോഎഫിഷ്യൻസ് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം അല്ലേ. കാരണം മീൻസ് മസ്റ്റ് ബി ഈക്വൽ ടു 0 പോളിനോമിയൽ എന്ന് വെച്ചാൽ അതിലെ ഓരോ കോഎഫിഷ്യൻസും ഈക്വലാണ്, 0യ്ക്ക് ഈക്വൽ അല്ലേ. സോ മൈനസ് C2 മൈനസ് 2C3 മൈനസ് 3C4 ഈക്വൽ ടു 0. പിന്നെയോ C3 പ്ലസ് 3C4 ഈക്വൽ ടു 0. അടുത്തതോ മൈനസ് C4 ഈക്വൽ ടു 0. ഓക്കെ, ഇതിൽ നിന്ന് C4 0 എന്ന് കിട്ടി. എൻ്റെ അടുത്ത് എന്തുവാ
മുകളിൽ നിന്ന് C3 0 എന്ന് കിട്ടും അല്ലേ. C4ഉം C3യും 0 ആണെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്ന് C2 = 0 എന്ന് കിട്ടും അല്ലേ. C2 C3 C4ഉം 0 ആണെങ്കിൽ അതിൻ്റെ മുകളിലത്തെ ഇക്വേഷനിൽ നിന്ന് C1 = 0 എന്ന് കിട്ടും. സോ ദർഫോർ നമുക്ക് എന്ത് കിട്ടിയടാ, ദർഫോർ ലീനിയർ കോമ്പിനേഷൻ 0 ആയപ്പോൾ സ്കാലാർസും 0 എന്ന് കിട്ടി. ഈ സെറ്റ് എന്താണ്, 1 1 - x 1 - x², 1 - x³ എന്ന് പറയുന്നത് എന്താണ് കിട്ടിയടാ, ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിന് വി ആണെന്ന് കിട്ടി. ഒരു വെക്റ്റർ സ്പേസിലെ സബ്സെറ്റ് ലീനിയർ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദർഫോർ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ബേസിസ് അല്ലേ. ദർഫോർ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ബേസിസ് അല്ലേ. ഓക്കെ, പാർട്ട് ഓഫ് ബേസിസ് ആണ് കിട്ടി ഫോർ ഓക്കെ. പക്ഷെ നമുക്കറിയാം എന്ത്, സോറി പക്ഷെ നമുക്കറിയാം എന്ത്, വി നോ ദാറ്റ്, നമുക്കറിയാം ഡയമെൻഷൻ എന്തായിരിക്കും. ശരിക്കും ഇതിൻ്റെ ഒറിജിനൽ ബേസിസ് എന്തുവാ, വീട് ഇപ്പോൾ 3 വരെയുള്ള ക്യൂബിക് പോളിനോമിയലില്ലേ. അപ്പോൾ 1 x x² x³ ഇതുവരെയുള്ള സെറ്റ് എന്ന് പറയുന്നത് എന്താ അറിയാം, ഈസ് എ ബേസിസ് ഫോർ വി ആന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ദാറ്റ് 1 x x² x³ എന്ന് പറയുന്നത് എന്താണ്, വിയുടെ ബേസിസ് ആണ് നമുക്കറിയാം. ക്യൂബിക് ആയതുകൊണ്ട് x³ വരെ ഉണ്ടാവും അല്ലേ. ദാറ്റ് ഈസ് ഡയമെൻഷൻ ഓഫ് വി എന്താണ്, 4 ആണ്. അപ്പം നമ്മുടെ ബേസിസിൽ 4 പേരാണ്. ദാറ്റ് ഈസ് അപ്പം എന്ത് പറയാൻ പറ്റും, ഏതൊരു ബേസിസിൽ എന്ത് പറയാൻ പറ്റും, എവരി ബേസിസ് ഫോർ വി കണ്ടെയ്ൻസ് എത്ര പേരുണ്ടാവണം, കണ്ടെയ്ൻസ് എക്സാക്ട്ലി 4 പേരല്ലേ. എല്ലാ ബേസിസിലും ഉണ്ടാവണം, കാരണം അതിൻ്റെ ഡയമെൻഷൻ 4 ആയിരിക്കും. എല്ലാ ബേസിസിലും എക്സാക്ട്ലി 4 എലമെൻറ്റ്സ് ഉണ്ടാവണം നമുക്ക് പറയാം. അപ്പം നമ്മുടെ ബേസിസിലും 4 എലമെൻറ്റാണ്, നമ്മുടെ ലീനിയർലി ഡിഫറൻറ്റ് സെറ്റിലും 4 എലമെൻ്റ് ആണെങ്കിൽ ദർഫോർ നമുക്ക് എന്ത് പറയാൻ പറ്റൂടാ, ദ സെറ്റ് 1 1 - x 1 - x² 1 - x³ എന്താണെന്ന് പറയാൻ പറ്റും, ഈസ് എ ബേസിസ് ഫോർ ബി ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. അപ്പം നമ്മൾ ആ ഒരു സെക്ഷൻ ഇത് കാണിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ നിങ്ങളുടെ ക്ലാസ് നമുക്ക് മിസ്സായത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് ഓൺലൈനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ സിമ്പിൾ പ്രോബ്ലം പാർട്ടും കൂടെ ആയതുകൊണ്ട് കുറച്ചും കൂടെ ഇങ്ങനെ പഠിച്ചാലും കുഴപ്പമുണ്ടാവില്ല. സോ വീഡിയോസ് കാണുക, എന്ത് ചെയ്യണം, നോട്ട്സ് എഴുതിയെടുക്കുക കൃത്യമായിട്ട് കേട്ടോ. നോട്ട് ഇനി നോട്ടായിട്ട് ഞാൻ അയക്കണമെങ്കിൽ ഞാൻ അയച്ചു തരാൻ കുഴപ്പമില്ല. പക്ഷേ വീഡിയോ എന്തായാലും കണ്ടിരിക്കുക, അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ആരെങ്കിലും ഇത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ എന്തായാലും ക്ലാസ്സിൽ വന്ന് പറയാം. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കണ്ടു തീർക്കാം കേട്ടോ. ഓക്കെ, ശരി കേട്ടോ, താങ്ക് യു.